ദൈവനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഞാൻ ജി ഓഫ് ക്രിസ്ത്യൻ ടുഡേ എന്ന ഈ മലയാളം ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് വരുന്ന രോഗങ്ങൾ എങ്ങനെ അത് നമ്മളിൽ കടന്നു കൂടുന്നു, പിന്നെ നമുക്ക് എങ്ങനെ ഈ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം, എങ്ങനെ രോഗസൗഖ്യം നേടാം, സാത്താന്യ രോഗങ്ങളെ വരുത്താൻ കഴിയുമോ, അതുപോലെ ദൈവവചനത്തിലുള്ള മരുന്നുകളും അത്തരത്തിലുള്ള ചികിത്സാ രീതികളും, ഇങ്ങനെ ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഒരു വേദഭാഗം വായിക്കാൻ തൊക്കെ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോട് ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ടുതാനും. ഇവിടെ പറയുന്നത്, സഹോദരൻ ഏതെങ്കിലും മരണത്തിനല്ലാത്ത പാപം ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിച്ച് നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തി മരണം സംഭവിക്കാൻ തക്കവണ്ണമുള്ള കഠിനമായ പാപം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അപേക്ഷിക്കേണ്ടതില്ലെന്ന് എഴുതിയിരിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് തുടക്കമായിട്ട് എങ്ങനെയാണ് ഈ ചില രോഗങ്ങൾ കടന്നു വരുന്നത്, ദൈവത്തിൽ നിന്ന് നമ്മൾ പാപം ചെയ്തിട്ട് കടന്നു വരുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയായിട്ടും ശാപമായിട്ടും കടന്നു വരുന്ന രോഗങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കാം. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. എന്റെ 21-ാം വാക്യത്തിൽ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. ഇവിടെ പറയുന്നത് പാൻഡമിക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കൊറോണ ഒരു പാൻഡമിക് ആയി, അതേപോലെ ആ അർത്ഥത്തിലാണ് മഹാമാരി എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം അങ്ങനെയാണ്. അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ്, നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. അതിന്റെ 22-ാം വാക്യത്തിൽ ക്ഷയരോഗം, ജ്വരം, പുകച്ചിൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകതിർ, വിഷമഞ്ഞ് എന്നിവയിൽ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും. ഇതിലെ കുറെ രോഗങ്ങളെയും പറ്റിയും പറയുന്നുണ്ട്. ക്ഷയരോഗം, ജ്വരം പോലത്തുള്ള രോഗങ്ങൾ വന്ന് നീ ബാധിക്കപ്പെടുമെന്ന് പറയുകയാണ്. അതിന്റെ 27-ാം വാക്യത്തിൽ പരുക്കൾ, മൂലവ്യാധി എന്ന് ട്യൂമർ എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ടുള്ളത്, ചൊറി, ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും. പരിക്കൾ 27-ാം വാക്യം, പരിക്കൾ, മൂലവ്യാധി, ചൊറി, ചിരങ്ങ് എന്നിവയാൽ ബാധിക്കും. അവ സൗഖ്യമാവുകയില്ല. ആലോചിച്ച് നോക്കി, നമ്മൾ മരുന്നൊന്നും വെച്ചിട്ടൊന്നും ഇത് സൗഖ്യമാക്കാൻ സാധിക്കില്ല. പാപം മൂലം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാതിരിക്കുന്നത് മൂലം ദൈവമായിട്ട് വരുത്തുന്ന രോഗങ്ങളാണ്. ഇതൊന്നും സൗഖ്യമാവാൻ സാധിക്കില്ലെന്ന് എഴുതിയിരിക്കുകയാണ്. അതിന്റെ 28-ാം വാക്യത്തിൽ ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. ഭ്രാന്ത്, തലയ്ക്കുണ്ടാവുന്ന അവസ്ഥ, അന്ധത, കാഴ്ചയില്ലായ്മ, ചിത്തഭ്രമം, മനസ്സിന് സംഭവിക്കുന്നതായിട്ടുള്ള ഒരു ഭ്രാന്ത് പോലത്തെ അവസ്ഥ, ഇതൊക്കെ നിങ്ങൾക്ക് ബാധിക്കുമെന്ന് എഴുതിയിരിക്കുകയാണ്. എന്റെ 34-ാം വാക്യത്തിൽ നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്തിനെ പറ്റി വീണ്ടും എഴുതിയേക്കാണ്, ഭ്രാന്ത് പിടിക്കും എന്നാണ് പറയുന്നത്. ഇനി 35-ാം വാക്യത്തിൽ സൗഖ്യമാകാത്ത പരിക്കളാൽ യഹോവ നിന്നെ ഉള്ളംകാൽ മുതൽ നെറുക വരെ ബാധിക്കും. മാറിപ്പോവാത്ത അല്ലെങ്കിൽ സൗഖ്യം അത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ പരിക്കൾ നിന്നെ ഉള്ളംകാൽ മുതൽ നെറുക വരെ ബാധിക്കുന്ന എഴുതിയിരിക്കുകയാണ്. 58-ാം വാക്യം നമുക്ക് വായിക്കാം, അതേ അദ്ദേഹം തന്നെ. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം 58-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. അവിടെ എഴുതിയിരിക്കുകയാണ്, നിനക്ക് മാത്രമല്ല നിന്റെ സന്തതിയുടെ മേലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരും തക്കവണ്ണം ഇടയാത്തിരും, മഹാബാധകൾ വരാൻ തക്കവണ്ണം ഇടയാത്തിരും. നീ പേടിക്കുന്ന മിസ്രയീമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും.
മിസ്രൈമിലുള്ള എല്ലാ വ്യാധികളും രോഗങ്ങളെ പോലെ ഇരിക്കുന്ന എല്ലാം നിന്റെ മേൽ വരുത്തും. അവ നിന്നെ പറ്റിപ്പിടിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ചില ആളുകൾ, ഞാൻ ഈ അടുത്ത് കാണുകയുണ്ടായി, ചില ആളുകൾ യഹോവ ഒന്നും ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, യഹോവ ഒരു കഠിനമായ ദൈവമാണെന്നുള്ള രീതിയിലൊക്കെ അശേരയെ ജാതികളുടെ ദൈവമായി അശേരി ആരാധിക്കാനൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് പിന്മാറ്റത്തിൽ പോയ ചില ക്രിസ്തീയ സുഹൃത്തുക്കളെ ഞാൻ കാണുകയുണ്ടായി. ഇത് യഹോവ രോഗങ്ങളെ വരുത്തുന്നതെന്നൊക്കെ എഴുതിയിട്ടുള്ളത് യഹോവ നീതിമാനായ ദൈവമായതുകൊണ്ട് ദൈവം അങ്ങനെ നീതിയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കാതിരുന്നാൽ സംഭവിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന ന്യായപ്രമാണം അനുസരിക്കാതിരുന്നാൽ സംഭവിക്കുന്ന രോഗങ്ങളാണ്. അനുസരിക്കുന്നവർക്ക് ഇത്തരം രോഗങ്ങളൊന്നുമില്ല ഉണ്ടാവാൻ പോകുന്നത്. അവർക്ക് അനുഗ്രഹവും അവരുടെ സന്തതിയുമേലുള്ള അനുഗ്രഹവും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. അനുസരിക്കാത്തവർക്കാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ വിചാരിക്കും രോഗങ്ങളൊക്കെ വരുന്നത് ബാക്ടീരിയ മൂലം, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സെല്ലുകൾ മൂലം, നമ്മുടെ ജീനുകൾ മൂലം, ടോക്സിൻസ് മൂലം, ഇങ്ങനെ പലവിധമായ തിയറികളും കാര്യങ്ങളുണ്ട്. എന്നാൽ പല രോഗങ്ങളും അങ്ങനെയല്ല. പല രോഗങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. പാപം ചെയ്തുകൊണ്ട് രോഗങ്ങൾ വരുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ചില വാക്യങ്ങളൊക്കെ പുതിയ നിയമത്തിൽ നിന്നും വായിക്കാം. അതിന് മുന്നോടിയായിട്ട് ഈ വചനങ്ങൾ കൂടി വായിക്കുന്നൊക്കെ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 8 മുതൽ. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ചു വാരുവിൻ. മോശെ അത് ഫറവോന്റെ മുൻപാകെ ആകാശത്തേക്ക് വിതരട്ടെ. അത് മിസ്രയീം ദേശത്തെ എല്ലായിടവും ധൂളിയായി പാറി മിസ്രയീം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പോകുന്ന പരുവാകുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന്റെ മുൻപാകെ നിന്നു. മോശെ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു. പരുനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പേ നിൽക്കാൻ കഴിഞ്ഞില്ല. പല മന്ത്രവാദികൾക്ക് എല്ലാ മിസ്രൈങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇവിടെ ദൈവം മിസ്രൈമിന്റെ നേരെ പരിക്കൾ വരുവാൻ തക്കവണ്ണം ചെയ്ത കാര്യങ്ങളാണ് വായിക്കുന്നത്. അപ്പൊ ഈ മന്ത്രവാദികൾക്ക് പോലും മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. മിസ്രൈമിലുണ്ടാകുന്ന വലിയ വലിയ മാജിക്കൊക്കെ കാണിക്കുന്ന മന്ത്രവാദികൾ, അല്ലെങ്കിൽ തെറ്റായ ശക്തി മൂലം ചെയ്യുന്ന മാജിക് പോലെ കാര്യങ്ങൾ ചെയ്യുന്ന മന്ത്രവാദികൾക്ക് പോലും നിൽക്കാൻ സാധിച്ചു. അവർക്കും പരിക്കൾ വന്നു. നിങ്ങൾ ആലോചിക്കണം. ഇതുപോലെ തന്നെ പല രോഗങ്ങളും നമ്മുടെ കൂട്ടുകാർക്കോ നമ്മൾ അറിയുന്ന രോഗികൾക്കോ വരാൻ തക്കവണ്ണം ഉള്ള രോഗങ്ങൾ പലതും മാറാ രോഗങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരുന്നതാണ്. പാപം നിമിത്തമൊക്കെ വരുന്നതാണ്. ഈ അടുത്ത് ഞാൻ ഒരു കാര്യം ആലോചിച്ചു. ഒരു 6-7 മാസം മുമ്പ്, 1 വർഷത്തോളം മുമ്പ്, ഒരു വ്യക്തി എനിക്ക് വളരെയധികം ദ്രോഹം ചെയ്തു. ഞാൻ വലിയ ദുഃഖത്തിലും കഷ്ടത്തിലായിപ്പോയി. എന്നാൽ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു രോഗം വന്ന് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ ദൈവം എനിക്ക് വേണ്ടി നീതി നടത്തിയതായിരിക്കാം. ഞാൻ അദ്ദേഹത്തോടൊന്നും ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഒന്നും ചോദിച്ചില്ല. എന്നാൽ ദൈവം, ഞാൻ വിശ്വസിക്കുന്നത് അത് എന്നോടുള്ള ചെയ്ത പ്രവർത്തിയിലും കൂടി ദൈവം ഒരു ന്യായവിധി വരുത്തിയതെന്ന് ആയിട്ടാണ്. നമുക്ക് 1-2 വേദഭാഗങ്ങളോട് വായിക്കാം. ഇതുപോലെ തന്നെ പാപം മൂലം വന്ന വേറൊരു രോഗം വായിക്കാം. വേറൊരു രോഗത്തെ പറ്റി വായിക്കാം. യഹോരാം രാജാവിന് സംഭവിച്ചത്. ഇതിന്റെ 2 ദിനവൃത്താന്തം 21-ാം അധ്യായം. ഇത് ഏലിയാവ് ഒരു കത്ത് കൊടുത്തു വിട്ടു ഈ രാജാവിന്. അതിന്റെ 2 ദിനവൃത്താന്തം 21-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിന ദീനം ഉണ്ടാകും. വയറ് കുടല് പുറത്തു ചാടും വരെ പതുക്കെ അത് നിനക്ക് വ്യാധി പിടിച്ച് കഠിന ദീനം ഉണ്ടാവുമെന്ന് കഠിനമായ രോഗം ഉണ്ടാവുമെന്ന് പറയുകയാണ്. എലീശാവാണ് ഈ ലെറ്റർ കൊടുത്തു വിടുന്നത്. അതിന്റെ 18-ാം വാക്യത്തിൽ ഈ ലെറ്റർ അയച്ചത്. ഈ കത്ത് ഏലീശ ഈ രാജാവിന്, യഹോരാ രാജാവിന് കൊടുത്തു വിട്ടേക്കാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ 18-ാം വാക്യം വായിക്കാം. ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവ അവനെ കുടലിൽ പൊറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു. ഒരു രോഗം യഹോവന് വരുത്തുകയാണ്. കാലക്രമേണ 2 സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവന്റെ കുടൽ പുറത്തു ചാടി അവൻ കഠിന വ്യാധിയാൽ മരിച്ചു. അങ്ങനെ കാലക്രമേണ 2 വർഷത്തോളം എടുത്ത ദൈവം കൊടുത്ത രോഗം അത്
2 വർഷം കഴിഞ്ഞ് അവന്റെ കൂടല് പുറത്തു ചാടി അവൻ മരിക്കുകയുണ്ടായി. അവൻ കഠിന വ്യാധിയാൽ മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട ഒരു രോഗത്താൽ മരിച്ചു. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാം. അതിന്റെ 2-ാം വാക്യം മുതൽ. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൽ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്ന യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാവുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തനെ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഇവിടെ വായിക്കുന്നത് 38 വർഷം രോഗിയായി കിടപ്പിലായിരുന്ന വ്യക്തി. ഒന്ന് ആലോചിച്ച് നോക്കി, 38 വർഷം ഒരാൾ കിടക്കുകയാണ്. അത് ഈ ബെഥേസ്ത കുളത്തിലൊരു ദൂതം വരുന്നെന്നാണ് പറയുന്നത്. ആ ദൂതം വരുമ്പോൾ, ദൂതം വന്ന് ഈ വെള്ളം അനക്കുമ്പോൾ ഓരോ രോഗികള്, വ്യത്യസ്തമായ രോഗികള്, കുരുടന്മാര്, കാഴ്ചയില്ലാത്തവര്, മുടന്തുള്ളവര്, ക്ഷയരോഗികള്, വ്യത്യസ്തമായ രോഗമുള്ളവര് വന്നിട്ട് ഈ കുളത്തില് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ കുളത്തിലൊന്ന് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് അവർ സൗഖ്യമാവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക്, ഈ 38 വയസ്സ് പ്രായമുള്ള വ്യക്തിക്ക് ആരുമില്ല ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കാൻ. അതേസമയം യേശു ഒന്ന് പറയുകയാണ്, നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. അതിന്റെ 14-ാം വാക്യത്തിൽ യേശു വീണ്ടും ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്. അനന്തരം യേശു അവൻ സൗഖ്യമായി, അവൻ കിടക്ക എടുത്ത് നടന്നു. അവൻ ദേവാലയത്തെ വെച്ച് വീണ്ടും കാണുകയാണ്. അതിന്റെ 14-ാം വാക്യത്തിൽ, അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. യേശുക്രിസ്തു പറയണത്, നീ സൗഖ്യമായില്ലേ, ഇനി അധികം പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുക, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു പാപം മൂലമാണ് ഇദ്ദേഹത്തിന് ഈ പക്ഷവാതം പോലെ അല്ലെങ്കിൽ കിടപ്പിലായി പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വാക്യ നിമിത്തം. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, അനേക പാപങ്ങളും ദൈവത്തിനെ അനുസരിക്കാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ നിമിത്തം നമുക്ക് രോഗങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്, അനേകർക്ക് കടന്നു വരുന്നുണ്ട്. അത് മാറാ രോഗങ്ങളായിട്ട് ആയുർവേദം, അലോപ്പതിയും, ഗ്രീക്ക് മെഡിസിനും, എല്ലാ മെഡിസിനും, ചൈനീസ് മെഡിസിനും നമുക്കില്ല. ഏത് മെഡിസിനും എടുത്തിട്ടും സൗഖ്യമാകാത്ത രോഗികളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഡോക്ടർ ചിലപ്പോൾ ഇത് അംഗീകരിക്കുമായിരിക്കും. കാരണം ഏതൊക്കെ മരുന്ന് കൊടുത്തിട്ടും ശരിയാവാത്ത എത്രയോ രോഗികളുണ്ട്. ഇതിനുള്ള കാരണമൊക്കെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില രോഗങ്ങൾ വരുന്നത് നമ്മുടെ പാപ നിമിത്തമായിരിക്കും, നമ്മൾ ചെയ്ത ക്രിയകൾ നിമിത്തമായിരിക്കും. ഇനി അടുത്ത വാക്യങ്ങൾ വായിക്കാം. ഇനി ഉസിയാവിനെ കുറിച്ചാണ്. അതിന്റെ 2 ദിനവൃത്താന്തം 26-19 മുതൽ വായിക്കാം. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കെ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുകയെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. ഇവിടെ ഉസിയാവിന്റെ ഈ പ്രവർത്തി നിമിത്തം അവന്റെ നെറ്റിമേൽ ആ സമയം തന്നെ കുഷ്ഠരോഗം അല്ലെങ്കിൽ കുഷ്ഠം പൊന്തുകയാണ്. ഞാൻ എൻ്റെ 21-ാം വാക്യത്തിൽ, അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. ഇത് നിമിത്തം, ഈ ചെയ്ത പാപം നിമിത്തം ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായി തീർന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ, അവൻ ദൈവത്തിനാലയ കുഷ്ഠരോഗി യഹോവയുടെ ആലയത്തിൽ കടക്കാൻ പാടില്ലെന്ന് ന്യായപ്രമാണത്തിലുള്ളതാണല്ലോ. അതുകൊണ്ട് അവൻ യഹോവയുടെ ആലയത്തിൽ ആദ്യം ഭ്രഷ്ടനായതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായിട്ട് താമസിച്ചു. അവന്റെ മകനായ യോദാം രാജധാനിക്ക് മേൽ വിചാരകനായ ദേശത്തെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നു. ഒരു രോഗനിമിത്തം ജീവിതകാലം മൊത്തം കുഷ്ഠരോഗം ബാധിക്കുന്ന, ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാൻ പറ്റാതെ അവിടുന്ന് ഭ്രഷ്ടനായി സ്വന്തം ഒരു ശാലയിൽ, ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായിട്ട് താമസിക്കുന്ന ഒരു രാജാവിനാണ് സംഭവിക്കുന്നത്. നമുക്ക് വീണ്ടും വായിക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം മുതൽ അതിന്റെ 1-ാം വാക്യം മുതൽ. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി.
ഇത് അരാം രാജാവിന്റെ അരാം രാജ്യത്തിലുണ്ടായിരുന്ന നയമാൻ എന്ന വ്യക്തിയെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നേരത്തെ കുഷ്ഠത്തെ പറ്റി പറഞ്ഞ പോലെ, അനേക സ്ഥലത്തൊക്കെ പറഞ്ഞ പോലെ, ഇവിടെ ഈ നയമാൻ എന്ന പേരുള്ള ഒരു വ്യക്തി കുഷ്ഠരോഗിയായിരുന്നു. ഈ അരാം രാജാവിന്റെ സേനാധിപതി ആയതുകൊണ്ട്. അപ്പോ അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു. അപ്പൊ അരാമ്യര് ഈ പടയായിട്ട് വന്നിരുന്നപ്പോൾ, കവർച്ച ചെയ്തപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഒരു പെൺകുട്ടിയും പിടിച്ചുകൊണ്ടു പോയിട്ടുണ്ടായിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. നയമാന്റെ ഭാര്യ ശുശ്രൂഷ ചെയ്ത് ഈ ഇസ്രായേലത്തെ പെൺകുട്ടി ആയിരുന്നു. അപ്പോ അവൾ തന്റെ യജമാനത്തിയോട്, ഈ പറഞ്ഞ ഈ പെൺകുട്ടി യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇത് വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം വരികയാണ്. ദൈവാത്മാവിനാൽ ഞാൻ സന്തോഷപ്രദനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നയമാന്റെ അടുത്ത് നയമാന്റെ ഭാര്യയോട് പറയുകയാണ്, ഈ പെൺകുട്ടി ഇസ്രായേലിൽ നിന്ന് പിടിക്കപ്പെട്ടു പോകേണ്ട പെൺകുട്ടി പറയാണ്, ഈ പ്രവാചകന്റെ അടുത്ത് പോയെങ്കിൽ ഒന്ന് സൗഖ്യമാവാൻ കഴിയും. അങ്ങനെ അതിന്റെ 26-ാം വാക്യത്തിൽ, അതുപോലെയാണ് ഞാൻ ഇതിനോടുള്ള പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ ഒരു കഠിനമായിട്ടുള്ള ഒരു രോഗത്തിലൂടെ കടന്നു പോവുകയാണ്, അല്ലെ ഏതെങ്കിലും രോഗത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉപവാസവും ഒക്കെ ചെയ്ത് നടക്കുന്നില്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്നത് ഇതാണ്. നിങ്ങളെ ഒരു സെർച്ച് ചെയ്യുക. കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ കൃപാവരങ്ങളാൽ അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് അനേക ആളുകൾക്ക് സൗഖ്യം കൊടുക്കുന്ന മനുഷ്യർ ഇന്നുണ്ട്. ക്രിസ്തീയ ഗോളത്തിലുണ്ട്. പ്രാർത്ഥനയാലും വിശ്വാസത്തിന്റെ വാക്കുകളാലും സൗഖ്യം കൊടുക്കുന്ന അങ്ങനത്തുള്ള ദൈവദാസന്മാരെ നിങ്ങൾ കണ്ടെത്തുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവരോട് പറയുക, എനിക്ക് രോഗം മാറണം. അവരുടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുക. അവരോട് അഭ്യർത്ഥിക്കുക. അവർ നിങ്ങളുടെ മേൽ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ സഭയിലുള്ള മൂപ്പന്മാരെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാം. അവർ നിങ്ങളുടെ മേൽ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് സൗഖ്യം വരട്ടെ. അപ്പൊ ഞാനിതാണ് പറയുന്നത്, അനേകം സ്വയമായിട്ട് വിശ്വാസമില്ലാത്തതുകൊണ്ട് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഈ നയമാന്റെ ബാലിക്കാരത്ത് പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ദൈവത്തിന്റെ സൗഖ്യം പ്രാർത്ഥനയാൽ വിശ്വാസത്തിന് വരത്താല് സൗഖ്യം കൊടുക്കുന്ന ദൈവദാസന്മാരെ എത്രയും വേഗം പോയിട്ട് കാണുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളോട് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. അതിന്റെ 26-ാം വാക്യം വായിക്കാം. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നീ വക മേടിപ്പാനും ഇതാകുന്ന സമയം. ആകയാൽ നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവന് വിട്ടു പുറപ്പെട്ടു പോയി. അപ്പോൾ ഈ നയമാൻ സൗഖ്യമായി എലീശ എടുത്തു വന്നിട്ട് എലീശ അവനുടെ 7 പ്രാവശ്യം കുളത്തിൽ മുങ്ങി സൗഖ്യമായി തീർന്നു. അതിനുശേഷം ഈ പൈസ എന്തെങ്കിലും ഇത് കൊടുക്കാൻ, സഹായം കൊടുക്കാൻ നയമാൻ ആഗ്രഹിച്ചപ്പോൾ എലീശ അത് സ്വീകരിച്ചില്ല. എന്നാൽ എലീശയുടെ ബാലിക്കാരനായി എലീശയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പ്രവാചക ശിഷ്യനായിരുന്നവൻ, അവൻ ഈ നുണ പറഞ്ഞുകൊണ്ട് നയമാന്റെ ഗിഫ്റ്റ് വാങ്ങാതെ ഇടയായി. അതിന്റെ ഫലമായിട്ട് എലീശ ഇത് മനസ്സിലാക്കി, ദൈവാത്മാവിൽ എലീശ ഇത് മനസ്സിലാക്കിയിട്ട് ഈ കുഷ്ഠം ഈ പറഞ്ഞിരിക്കുന്ന ഗേഹസിക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ഗേഹസി എന്ന പ്രവാചക ശിഷ്യന് അവന്റെ ജീവിതകാലം മൊത്തം കുഷ്ഠം പിടിച്ചിരിക്കണം. അത് മാത്രമല്ല, അവന് മാത്രമല്ല അവന്റെ സന്തതിക്കും ഈ ശാപം വരുവാൻ ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഗേഹസി ചെയ്ത ആ പാപം നിമിത്തം അവനും അവന്റെ സന്തതിക്കും ഈ കുഷ്ഠരോഗം വരുവാൻ ഇടയായിത്തീർന്നു. ഇനി അടുത്ത വേദഭാഗം വായിക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം മുതൽ. യഹോവയുടെ കോപം അവരുടെ മേൽ ജ്വലിച്ചു, അവൻ മറിഞ്ഞു, മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിയാണ് എന്ന് കണ്ടു. ഇവിടെയും മിരിയാമിന്റെ പാപനിമിത്തം മിരിയാമും കുഷ്ഠരോഗിണിയായി തീർന്നിരിക്കുന്നു. അതിനുശേഷം 3 ദിവസം കഴിയുമ്പോൾ അതിന് മോചനം കിട്ടുന്നുണ്ട്. എങ്കിലും ഞാനത് പറയുകയായിരുന്നു. ഇനി 1 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ യഹോവയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി. അസ്തോദിലും അതിന്റെ അതിരുകളിലുമുള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. ഇതൊരു
ട്യൂമർ എന്നാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നത്, മൂലരോഗത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ട്യൂമർ എന്നാണ്. അങ്ങനെ ഭവിച്ചത് അസ്തോദ്യർ കണ്ടിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കിലിരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അതിനുള്ള ബന്ധത്തില് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് അനേക ക്രിസ്ത്യാനികൾക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, അവർ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ തിരുവത്താഴത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, കർത്താവിന്റെ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ അത് വിവേചിക്കാതെ പങ്കെടുത്തുകൊണ്ട് അനേക പേർ രോഗികളായിട്ടിരിക്കുന്നു. സത്യമാണ്, പക്ഷെ പലർക്കും അത് അറിയില്ല. വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അതിന്റെ വേദഭാഗം അതിനോട് ബന്ധപ്പെട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 11:29 തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. കുറെ ആളുകൾ ക്രിസ്ത്യാനികളെ പറ്റിയുള്ള കാര്യമാണിത്. അതിൽ കർത്തൃമേശ ശരിയായ രീതിയിൽ എടുക്കാതെ അത് ശരീരത്തെ വിവേചിക്കാൻ എടുത്തുകൊണ്ടുള്ള പ്രശ്നമാണിത്. അതുകൊണ്ട് അനേകര് ബലഹീനരും രോഗികളും ആവുന്നു, ചിലർ നിദ്ര കൊള്ളുന്നു, ചിലർ മരിച്ചു പോയിരിക്കുന്നു. ഇതിനെപ്പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് എടുത്ത് അടുത്ത പ്രാവശ്യം നിങ്ങൾ കർത്തൃമേശ എടുക്കുമ്പോൾ ശരീരത്തെ വിവേചിച്ച് എടുക്കുക എന്നൊക്കെ ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി ആഹ്വാനം ചെയ്യുന്നു. ദൈവനാമത്തിൽ മാത്രമാകട്ടെ. നമുക്ക് വീണ്ടും തുടരാം. ദാനിയേലിന്റെ പുസ്തകം എൻ്റെ 4-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. നെബൂഖദ്നേസറിനുണ്ടായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നെബൂഖദ്നേസറിനുണ്ടായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിന്റെ 34 വാക്യം മുതൽ വീണ്ടും വായിക്കുമ്പോൾ, ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും, നിന്നെ കാളയെ പോലെ പുള്ളി തെറ്റും, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്നു നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറയായുള്ളതുമല്ലോ. ഇനി 37-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവും ആകുന്നു. നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഇവിടെ നെബൂഖദ്നേസറിനെ പറ്റിയത് നിഗളം വന്നു കയറി നെബൂഖദ്നേസർ സ്വന്തം വായു കൊണ്ട് പറയുകയുണ്ടായി. അതുമൊത്തം ദൈവത്തിന് ദൈവം അതിന് ന്യായം വിധിച്ചു. നികളോട് എതിർത്ത് നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ നിഗളം ഉണ്ടാക്കിയ ഒരു വലിയ രോഗാവസ്ഥ പോലെ അവൻ രോമമൊക്കെ വളർന്ന് കാട്ടില് കാളയെ പോലെ പുല്ല് തിന്നുന്നതിനായി തീർന്നു. പിന്നീട് അവൻ അത് അനുദപിച്ച് ദൈവം അവനെ വീണ്ടും നല്ലതിലേക്ക് കൊണ്ടുവന്നതായിട്ട് കാണാം. ഇതിന്റെ ഈ ഘട്ടത്തിന്റെ പാപം നിമിത്തം ഉണ്ടാകുന്ന ഈ രോഗങ്ങളുടെ ഘട്ടത്തിന്റെ അവസാനമായിട്ടൊരു വാദഭാഗം കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിലെ സകല ശാപങ്ങൾക്കും തക്കവണ്ണം യഹോവ ഇസ്രായേലിനെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും.
നിങ്ങളുടെ ശേഷം ഉണ്ടാകുന്ന തലമുറയായ നിങ്ങളുടെ മക്കളും ദൂരദേശത്ത് നിന്ന് വരുന്ന അന്യനും ദേശത്തിലെ ബാധകളും യഹോവ അവിടെ വരുത്തിയ രോഗങ്ങളും ഇവിടെ എഴുതിയിരിക്കുകയാണ് ദേശത്തിലെ ബാധകൾ, യഹോവ അവിടെ വരുത്തിയ രോഗങ്ങൾ. അവസാനമായിട്ടാണ് ഞാൻ ഈ ദൈവം വരുത്തുന്ന രോഗങ്ങളിൽ നമ്മുടെ പാപനിമിത്തം ന്യായവിധിയായി വരുന്ന രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടായത്. ഇതാണ് ഞാൻ അവസാനമായി വായിച്ച വേദഭാഗമായിരുന്നു ഇത്. ഒന്നുകൂടി വായിക്കാം. ആവർത്തന പുസ്തകം 29 അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. ഈ ന്യായപ്രമാണ പുസ്തകം എഴുതിയിരിക്കുന്ന നിയമത്തിലെ സകല ശാപങ്ങൾക്കും തക്കവണ്ണം യഹോവ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും. നിങ്ങളുടെ ശേഷം ഉണ്ടാകുന്ന തലമുറയായ നിങ്ങളുടെ മക്കളും ദൂരദേശത്ത് നിന്ന് വരുന്ന അന്യനും ദേശത്തിലെ ബാധകളും യഹോവ അവിടെ വരുത്തിയ രോഗങ്ങളും. ഇനി നമുക്ക് സാത്താൻ അല്ലെങ്കിൽ ദുരാത്മാക്കൾ മൂലം ഉണ്ടാവുന്ന രോഗങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം, ദൈവവചനത്തിൽ ചിന്തിക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഈ യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിനെ ഉള്ളങ്കാൽ മുതൽ നിറക് വരെ വല്ലാത്ത പരിക്കളാൽ ബാധിച്ചു. ദൈവം അനുവദിച്ചപ്പോൾ സാത്താൻ യോബിനെ ഉള്ളങ്കാൽ മുതൽ നിറക് വരെ പരിക്കളാൽ ബാധിച്ചു. ദൈവം അനുവദിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അത് ദൈവം നിറവേറ്റി. എന്നാൽ സാത്താൻ കൊല്ലുവാനും അറുക്കാനും വരുന്നവനാണ്. അവന് രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു വ്യക്തമായ ഒരു സത്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഇനി അടുത്തായിട്ട് 1 ശമൂവേൽ 16 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ ശമൂവേൽ തലിക്കൊമ്പി എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമായിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. പരിശുദ്ധാത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ഇവിടെ ബാധിച്ചു എന്ന് ഇംഗ്ലീഷില് ടോർമെന്റ്, ടെററൈസ് എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഹോവ അയച്ച ഈ ദുരാത്മാവ് അവനെ ടെററൈസ് ചെയ്തുകൊണ്ടിരുന്നു. അതേസമയം തന്നെ ശൗലിന്റെ ഭൃത്യന്മാർ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ, ആകയാൽ കിന്നരവായനയിൽ നിപുണനായ ഒരുത്തിനെ അന്വേഷിപ്പാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരണം. എന്നാൽ ദൈവത്തിനെങ്കിൽ നിന്നു ദുരാത്മാവ് തിരുമേന്മേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 21-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നര എടുത്ത് വായിക്കും, ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാവും, ദുരാത്മാവിനെ വിട്ടുമാറും. എന്നാൽ ഇവിടെയുള്ള കാര്യം, ദാവീദ് കിന്നര വായിക്കുമ്പോൾ ഈ ദുരാത്മാവിന്റെ ടോർമെന്റേഷൻ അല്ലെങ്കിൽ ദുരാത്മാവിന് വിട്ടുമാറുന്നുണ്ട്. എന്നാൽ ദാവീദ് നിർത്തുമ്പോൾ പിന്നെയും വേറെ സമയത്ത് ദുരാത്മാവ് വീണ്ടും അവനിൽ വന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതി. ഇവിടെ നമ്മൾ ദുരാത്മാക്കളൊക്കെ ബാധിച്ച അനേകരെ ചില പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചില ദൈവികമായ കാര്യങ്ങൾ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ചില ഘട്ടത്തിലൊക്കെ അവർക്ക് അതിന്റെ ആശ്വാസം ലഭിക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് അത് വിട്ടുമാറുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അതിന് ദൈവം നിങ്ങൾ കൂടുതൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ദൈവദാസന്മാരുടെ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് വേദഭാഗങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം മുതൽ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇപ്പോൾ വായിച്ചു നോക്കിയേ, 18 വർഷമായിട്ട് രോഗാത്മാവ് ബാധിച്ചിട്ട്, ഒരു ആത്മാവാണ്, ഒരു ദുരാത്മാവാണ് ഈ രോഗം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് 18 വർഷമാണ്. എന്തുമാത്രം കഠിനമായൊരു ടോർമെന്റേഷൻ ആണ്. 18 വർഷമായിട്ട് ഈ എഴുന്നേക്കാൻ പറ്റാതെ കൂനിയായിട്ട്, ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തി. എന്തൊക്കെ മരുന്ന് കൊടുത്തിരിക്കാം, എത്രയോ വൈദ്യന്മാരെയൊക്കെ ഒരുപക്ഷെ കണ്ടിരിക്കാം, എന്നിട്ടും കാരണം അതിന്റെ കാരണം ഒരു ദുരാത്മാവ് ആയിരുന്നു ഈ രോഗം ഉണ്ടാക്കിയത്, രോഗാത്മാവ്. അപ്പോൾ 12-ാം വാക്യത്തിൽ യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ഇവിടെ നമ്മൾ പല ദൈവദാസന്മാരും ചെയ്യുന്ന പോലെ കൈവച്ച് അവളുടെ രോഗബന്ധനം അഴിക്കുകയാണ്. പലർക്കും തമാശയാണ് ഈ രോഗാത്മാക്കളെയും ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്ന ദൈവദാസന്മാരുടെ വീഡിയോയും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയെ കണ്ട് പലർക്കും തമാശയും കളിയായിട്ടൊക്കെ എടുക്കുന്നവരുണ്ട്. എന്നാൽ ഇത് വ്യക്തമായിട്ട് യേശു ചെയ്ത കാര്യം അത് തന്നെയാണ്. കൈവച്ച്
അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ നിന്റെ രോഗവന്ന് അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾക്കറിയാമോ, 18 വർഷം ആ ദുരാത്മാവ് അവളെ ഉപദ്രവിച്ചു, അവളെ കൂനിയാക്കി കൊണ്ടിരുന്നു. വേറെ എന്ത് ചെയ്തിട്ടും അത് വിട്ടുമാറുന്നില്ല. കാരണം അതിന്റെ മൂല കാരണം ഏതെങ്കിലും കെമിക്കൽ ഡെഫിഷ്യൻസിയോ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ വൈറ്റമിന്റെ കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസോ ബാക്ടീരിയയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കാരണമായി. അതിന്റെ കാരണം ദുരാത്മാവായിരുന്നു. ആ ദുരാത്മാവ് കാരണം ഉണ്ടായത് ദൈവത്തിൽ നിന്ന് തന്നെ വിടുതൽ പ്രാപിക്കണം. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരാത്മാവ് മൂലമുള്ള ഏതെങ്കിലും രോഗങ്ങളോ കെട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം തന്നെ ഇത് ഡീൽ ചെയ്യുന്ന ദൈവദാസന്മാരുടെ ഹെൽപ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക. നിങ്ങൾ ഒരിക്കലും ഇത് വെച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിന് മോചനം വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്നേഹത്തോടു കൂടി നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ 16-ാം വാക്യം വായിക്കാം. ഈ ലൂക്കോസ് 13 തന്നെ 16-ാം വാക്യം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ ദുരാത്മാവ് നമ്മൾ വായിച്ചത്, യേശു അത് വ്യക്തമായിട്ട് പറയുന്നത് സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്നു. അപ്പൊ ഈ സമയത്ത് ഇത് അഴിച്ചുകൊണ്ട ആവശ്യമില്ലേ എന്ന് ചോദിക്കുകയാണ്. ശബത്തിലാണ് ദൈവം ഈ സൗഖ്യം വരുത്തിയത് കൊണ്ട്. അപ്പോൾ ദുരാത്മാവും സാത്താനൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. സാത്താന്റെ ടൂൾസ് ആയിട്ട് ആണ് ഇവിടെ ഒരു ദുരാത്മാവ് വർക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി അടുത്തായിട്ട് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം മുതൽ വായിക്കാം. 9-ാം അധ്യായത്തിന് 32-ാം വാക്യം മുതൽ വായിക്കാം. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇവിടെ ഒരു ഊമൻ, സംസാരിക്കാൻ പറ്റാത്ത വ്യക്തി, അവന്റെ രോഗം വന്നത് ഏതെങ്കിലും ജനറ്റിക് ഡിസീസോ ഏതെങ്കിലും ഒരു വേറെ തരത്തിലുള്ള ഡിസോർഡറോ അല്ല. അത് വന്നിരിക്കുന്നത് ഒരു ദുരാത്മാവ് തന്നെ അവന് ആ സംസാരിക്കാൻ പറ്റായ്മ എന്ന രോഗാവസ്ഥയെ അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവം അതിനെ യേശു അവനെ സൗഖ്യമാക്കി. അവന്റെ 33-ാം വാക്യത്തിൽ അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇവന്റെ ഉള്ളിൽ നിന്ന് ആ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഭൂതങ്ങളും ഈ രോഗങ്ങളൊക്കെ വരുത്തുന്നു, സാത്താന് രോഗങ്ങളൊക്കെ വരുത്തുന്നുള്ള വ്യക്തമായ തെളിവുകളാണ് നമ്മൾ വായിച്ചത്. ഇനി നമുക്ക് വീണ്ടും വായിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. 22-ാം വാക്യം. അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നതൊക്കെ അവനെ സൗഖ്യമാക്കി. ഇവിടെ കണ്ണു കാണാത്ത അവസ്ഥയും അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയും, കുരുടനും ഊമനും, അതൊരു ഭൂതമായിരുന്നു. ആ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അവൻ കാണുവാനും സംസാരിക്കുന്നൊക്കെ ഇടയായിത്തീർന്നു. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മൾ വിശ്വാസികൾ ആഴമായിട്ട് ഈ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. നമ്മൾ എല്ലാ ചികിത്സയും, നമ്മൾ ആയുർവേദ, അലോപ്പതി, ഇംഗ്ലീഷ് മെഡിസിൻ, അങ്ങനെ എല്ലാ ചികിത്സയും എടുത്തിട്ടും ചില കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ദുരാത്മാക്കളുടെയോ സാത്താന്റെയോ കെട്ടുകളായിരിക്കാൻ ഓർത്ത് വേണം നമ്മൾ പ്രവർത്തിക്കുക. കൊണ്ട് നമ്മൾ ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും, ഏത് ഈ ക്രിസ്തീയ കോളത്തിലുള്ള ഏത് ഡിനോമിനേഷൻസ്, വ്യത്യസ്തമായ ഡിനോമിനേഷനിലായിരിക്കുന്നതൊക്കെ ആയിരിക്കുന്നത്, എന്നാൽ ദൈവവചനം സത്യമാണ്, നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഒരു വേദഭാഗം എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമായിരിക്കും, എങ്കിലും അത് വായിക്കാം. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ഒരു ഭ്രാന്ത് പോലെ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അവൻ കല്ലറകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. ചങ്ങലിട്ടിട്ട് പോലും അവനത് പൊട്ടിച്ചു കളയും ഈസി ആയിട്ട്. അതുപോലെയായിരുന്നു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഓടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ആളുകൾ കാണുമ്പോൾ അവന് ഭ്രാന്ത് രോഗമാണ്, ഇവന് ഒരു സ്കിസോഫ്രെനിക് രോഗമാണ്, അല്ലെങ്കിൽ ഇവന് ഏതെങ്കിലും സൈക്കോട്ടിക് ഡിസോർഡർ ആണെന്നൊക്കെ ഡോക്ടർമാർ വിധി എഴുതും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്ക് വായിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കും.
അവിടെ 5-ാം വാക്യം വീണ്ടും വായിക്കാം. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവില്ലാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. സെൽഫ് ആയിട്ടുള്ള ഒരു സ്വന്തമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു രോഗം, അതിന്റെ രോഗമല്ല, ഒരു രീതി. അതിന്റെ 6-ാം വാക്യം മുതൽ അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവെ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. 8-ാം വാക്യം അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലെഗ്യോൻ, ഞങ്ങൾ ചിലരാകുന്നു എന്ന് അവന് അതിവിടെ ഞങ്ങൾ പലരാകുന്നു എന്ന് ക്ഷമിക്കണം, ഞാനൊരു വായിച്ചിലൊരു മിസ്റ്റേക്ക് പറ്റി. അതിന്റെ 9-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കിടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് ദുരാത്മാക്കൾ പറയുകയാണ്. ഈ ആയിരക്കണക്കിന് അല്ലെങ്കിൽ അനേക കണക്കിന് ഈ ദുരാത്മാക്കൾ വായിച്ച ഇവനിലൂടെ ആ ദുരാത്മാക്കൾ പറയുകയാണ്, അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കിടക്കേണ്ടത് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. ഇവിടെ ദുരാത്മാക്കൾ അപേക്ഷിക്കുകയാണ്. കാരണം ദുരാത്മാവ് നമ്മളിലൊക്കെ കിടക്കുമ്പോൾ നമ്മളോട് കൽപ്പിക്കും, നിങ്ങൾ അത് ചെയ്യ്, അല്ലെങ്കിൽ നമ്മളോട് എന്റെ ഞാൻ ആളുകളിൽ കിടക്കുമ്പോൾ ആളുകളോട് കൽപ്പിക്കും, നീ അത് ചെയ്യ്, നീ വെള്ളത്തിലേക്ക് ചാട്, നീ തീയിലേക്ക് ചാട്, നീ അങ്ങോട്ട് പോ, നീ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതിൽ അവരുടെ മനസ്സിനോടും അവരുടെ ശരീരത്തോടും കൽപ്പിക്കും. എന്നാൽ സർവശക്തനായ ദൈവം യേശു ക്രിസ്തു ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തു അവരോട് അപേക്ഷിക്കുകയാണ്, എന്നെ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ. കാരണം മഹാോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവർക്ക് ഈ സത്യം അറിയാം, അവർക്ക് ഈ ദൈവത്തിന് മുമ്പിൽ അവർക്കൊന്നും നിൽക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ശരിയായ ദൈവദാസന്മാരുടെ പോലെ, അല്ലെങ്കിൽ യേശുവിന്റെ നാമം ഉപയോഗിച്ച് ഭൂതങ്ങളെ പുറത്താക്കുന്നവരുടെ മുമ്പിലൊന്നും അവർക്ക് നിൽക്കാൻ കഴിയില്ല. ചിലരൊക്കെ കൽപ്പിക്കും, ചില ദുരാത്മാക്കളൊക്കെ പലരെയും കൽപ്പിക്കുന്നുണ്ട്. അതിന്റെ അധികാരമില്ലാതെ പറയുമ്പോഴാണ് പലർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിടുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും 13-ാം വാക്യം മുതൽ വായിക്കാം. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം തൂക്കത്തൂടെ ഒരു കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. ഈ ദുരാത്മാക്കളൊക്കെ ഈ പന്നികളിൽ കിടന്നപ്പോ പന്നികൾക്കും ഭ്രാന്ത് പിടിച്ച പോലെ അവരെല്ലാവരും കൂടി ഒരുപക്ഷെ എല്ലാവരും കൂടി വീർപ്പൂട്ടി 2000 പന്നികള് ഈ പറയുന്ന കടലിലേക്ക് ചെന്നിട്ട് ചത്തുപോവുകയുണ്ടായി. അതുകൊണ്ട് ഉണ്ടായ സംഭവങ്ങളാണ് ഇനി വായിക്കുന്നത്. ഇനി 14-ാം വാക്യത്തിൽ പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്ന് ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. അവരെന്തുമാത്രം കാര്യങ്ങൾ ചെയ്തതാണ് അവനെ വേണ്ടിയിട്ട്. ഈ മനുഷ്യനെ ബന്ധിച്ചു, ചങ്ങലകളും ഇതൊക്കെ വെച്ച് ബന്ധിച്ചിട്ട് അതൊക്കെ പൊട്ടിച്ചു കളയുന്നവനായിരുന്നു. അവൻ കല്ലറയിലായിരുന്നു അവൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവന് സ്വയം സെൽഫ് ടോർച്ചർ ചെയ്തിട്ടുള്ള ജീവിതമായിരുന്നു. അവൻ സ്വയമായിട്ട് കല്ലുകൊണ്ട് ചതച്ചും വലിയൊരു അനേക ഭൂതങ്ങൾ ബാധിച്ചൊരു വ്യക്തി. എന്തുമാത്രം ടോർമെന്റേഷൻ സ്വയം അവൻ സഹിച്ചു. ആയിരക്കണക്കിനായിരിക്കാം ഒരുപക്ഷെ കുറെ ഭൂതങ്ങൾ ബാധിച്ച് ഈ വ്യക്തി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ആർക്കും വിടുവിക്കാൻ കഴിഞ്ഞില്ല. ഒരു വൈദ്യനോ ഏതെങ്കിലും ഒരു ഡോക്ടർക്കോ ഒരിക്കലും അവന് വിടുവിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ യേശു വന്ന് ഇവന്റെ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവൻ ഇവിടെ വായിക്കുകയാണ്, വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും, ശരിയായ തെളിഞ്ഞ മനസ്സും ബുദ്ധിയുള്ളവനായിത്തീർന്നു. സുബോധം പൂണ്ടിരിക്കുന്നത് കണ്ടു. എല്ലാവരും ഭയപ്പെട്ടു. കാരണം ഇതൊക്കെ ഇവർ കണ്ടുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇത്രമാത്രം മാറ്റം വന്നിരിക്കുന്നത്. 16-ാം വാക്യത്തിൽ കണ്ടവർ ഭൂതഗ്രസ്തം സംഭവിച്ചതും പന്നികളുടെ കാര്യം അവരോട് അറിയിച്ചു. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറി ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുൻപാകെ മുട്ടുകുത്തി, കർത്താവെ, എന്റെ മകനോട് കരുണ ഉണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും
തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇവിടെ ചന്ദ്രരോഗം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അത് ഒരു സീഷർ ഡിസോർഡർ എന്ന് വെച്ചാൽ അപസ്മാരം പോലത്തെ ഒരു രോഗമായിട്ടാണ് ഇംഗ്ലീഷിൽ അത് കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്, യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ രോഗം ബാധിച്ചവന്റെ പിതാവ് ഇവനെ കൊണ്ടുവന്നു, എന്നാൽ അവർക്ക് അത് പുറത്താക്കാൻ കഴിഞ്ഞില്ല. അത് ദുരാത്മാവ് ഉണ്ടാക്കുന്ന ഒരു അപസ്മാര രോഗം പോലെയായിരുന്നു. ഇപ്പൊ ഇന്ന് നമ്മൾ അപസ്മാരമൊക്കെ വായിക്കുമ്പോൾ ഇതിനെല്ലാം എക്സ്പ്ലനേഷൻ ആണ്, ഇന്ന കാരണത്താൽ അപസ്മാരം വരുന്നു. എന്നാൽ ഇതിന്റെ ദുരാത്മാക്കൾക്കും ഇത്തരത്തിലുള്ള മാരക രോഗങ്ങളെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള സത്യമാണ്. അത് പലർക്കും അത് പുറത്താക്കാനും കഴിയില്ല. ചില ദൈവദാസന്മാർക്കൊന്നും എല്ലാം പുറത്താക്കാൻ നോക്കണം ഉള്ള വിശ്വാസം ഉണ്ടായിരിക്കില്ല, അല്ലെ അതിനുള്ള കഴിവുണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഹോപ്പ് നശിക്കാതെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ള കഴിവുള്ള ദൈവദാസന്മാരുടെ അടുത്ത് പോവുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള ബന്ധത്തിൽ അതിന്റെ 17 വാക്യം മുതൽ വീണ്ടും വായിക്കാം. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ഒരു ഭൂതമായിരുന്നു ഈ അപസ്മാര രോഗം പോലത്തെ സീഷർ ഡിസോർഡർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് അവന് വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കിക്കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം. ഇവിടെ ഭൂതങ്ങളെ പുറത്താക്കാൻ നമ്മളൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ല. പല ദൈവദാസന്മാരും അല്ലെങ്കിൽ പല ആളുകളും വെച്ച് നടക്കാത്തതിന്റെ ഒരു കാരണം, മെയിൻ ആയിട്ടുള്ള ഒരു കാരണം യേശു തന്നെ പറയും. ശിഷ്യന്മാർക്ക് അധികാരമൊക്കെ കൊടുത്താണ് ഭൂതങ്ങളെ പുറത്താക്കാൻ തക്കുന്ന അധികാരമൊക്കെ ഉണ്ടായിരുന്നതാണ്, എങ്കിലും അവർക്ക് അത് കഴിഞ്ഞില്ല. അപ്പൊ യേശു വ്യക്തമായിട്ട് ഇത് പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം, വിശ്വാസം കുറഞ്ഞുകൊണ്ടാണെന്ന് പറയുകയാണ്. എന്നിട്ട് യേശു പറയുകയാണ് 21 വാക്യത്തില്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. ഇവിടെ വിശ്വാസത്തിന്റെ വ്യക്തമായിട്ടുള്ള റെവലേഷൻ, വെളിപ്പാട് യേശു ക്രിസ്തു പറയുകയാണ്. എന്നിട്ട് യേശു അവസാനം പറയുകയാണ്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരു ദുരാത്മാവ് ഉണ്ടാക്കിയ രോഗം നിങ്ങൾ പരമാവധി ട്രൈ ചെയ്ത് മാറുന്നില്ലെങ്കിൽ അതിന്റെ അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും ഉപവാസം കൊണ്ട്, അതുപോലെ മറ്റുള്ള ദൈവദാസന്മാരുടെ ഹെൽപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ദുരാത്മാവുള്ള രോഗത്തിൽ നിന്ന് മുക്തി നേടുമെന്ന് കൊണ്ടും ദൈവം സഹായിക്കുമാറാകട്ടെ. ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 10-38 വാക്യം വായിക്കാം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. പിശാച് ബാധിച്ചവരെ യേശു സൗഖ്യമാക്കിയ കാര്യം അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളത് കൊട്ടേഷൻ ഇതുപോലെ വായിക്കുകയാണ്, ഒരു റെഫറൻസ് പോലെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇനി പൗലോസിനുണ്ടായ ഒരു കാര്യം വായിക്കാം. പൗലോസിന് ദൈവം ശൗലിന്റെ മേൽ ദുരാത്മാവിനെ അയച്ച പോലെ ദൈവം പൗലോസിനെ ഒരു ദുരാത്മാവിനെ കുത്തപ്പെടുവാൻ അനുവദിച്ചിരുന്നു. അത് നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2 കൊരിന്ത്യർ 12 7 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിലെ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടത് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലെ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് അനേക വെളിപ്പാടുകൾ ഉള്ളതുകൊണ്ട്, അത് വെളിപ്പാട് ലഭിച്ചതുകൊണ്ട്, അതുകൊണ്ട് നിഗളിച്ചു പോകാതിരിക്കാൻ, അഹങ്കരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു സ്പെഷ്യൽ കേസായിട്ട് സാത്താന്റെ ഒരു ദൂതനെ പൗലോസിനെ കുത്തുവാൻ തക്കൊണ്ട് ജഡത്തിൽ ശൂലമായിട്ട് ഉണ്ടായിരുന്നു. അത് മാറിപ്പോകാൻ വേണ്ടി പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു.
ഇങ്ങനെ അപൂർവ കേസുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു അപൂർവ കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു രോഗമാണ് നിങ്ങൾ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് മാറാത്തതാണെങ്കിൽ ദൈവം നിങ്ങളോട് വ്യക്തമായി ഇരിക്കുന്നു, ഇതൊരു ശൂലമാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വേറൊരു കാരണം, നമ്മൾ വിചാരിക്കുന്ന എല്ലാ രോഗങ്ങളും ദുരാത്മാവും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപത്തിന് ഫലമല്ല. ചില രോഗങ്ങൾ നമുക്കുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുന്നതിനാണ്, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ നടക്കുവാൻ വേണ്ടി, ദൈവത്തിന്റെ ഉദ്ദേശം നടക്കുവാൻ വേണ്ടി. അത്തരത്തിലുള്ള ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടരായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടത് തന്നെ. ചില രോഗങ്ങൾ നമുക്കുള്ളത്, ഇപ്പൊ കുരുടനായ വ്യക്തിയായിരുന്നു, പിറവിയിലെ കുരുടനായിരുന്നു, അവൻ ജനറ്റിക്കലി അവൻ ജനിതകമായിട്ടല്ല, അവൻ ജനിച്ചപ്പോൾ കുരുടനായിട്ടാണ് ജനിച്ചത്. അപ്പൊ അതിനെപ്പറ്റി യേശു ക്രിസ്തു പറയാണ്, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപനിമിത്തമല്ല വന്നിരിക്കുന്നത്. ഈ രോഗം വന്നിരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി അവനിലൂടെ വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇനി നമുക്ക് എങ്ങനെ ഈ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്നുള്ള ദൈവവചന പ്രകാരമുള്ള ഒരു ചിന്തയായിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു പാപം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന മുതലുള്ള ശാപവും പാപവുമായിട്ടുള്ള രോഗങ്ങൾ. പിന്നെ രണ്ടാമത് ചിന്തിച്ചു സാത്താനും ദുരാത്മാക്കളും വരുത്തുന്ന കെട്ടുകളും രോഗങ്ങളും, അത് അനേകം വർഷങ്ങളോളം അനേക ആളുകളെ കഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള രോഗങ്ങൾ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ കാരണം ദൈവത്തിന്റെ പ്രവൃത്തി നടക്കേണ്ടതിന് വേണ്ടി. പിന്നെ പൗലോസുണ്ടായ പോലെ ജഡത്തിൽ ശൂലം, അത് ദൈവത്തിന്റെ ഹിതപ്രകാരം ഉള്ളത്, നമുക്ക് നിഗളിക്കാതിരിക്കാൻ അത്തരത്തിലുള്ള നല്ല ഇതിനായിട്ടുള്ള ഒരു ശൂലം. ഇനി അടുത്ത് നമുക്ക് ഇതെങ്ങനെ നമ്മുടെ രോഗങ്ങൾ എങ്ങനെ സൗഖ്യമാകുമെന്ന് ദൈവത്തിൽ ചിന്തിക്കാം. പ്രധാനമായിട്ട് രോഗങ്ങൾ സൗഖ്യമാകുന്നത് വിശ്വാസത്താലും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാലുമാണ്. അതിനുള്ള ബന്ധത്തിൽ നമുക്ക് മത്തായി സുവിശേഷം 8-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാലിക്കാരന് സൗഖ്യം വന്നു. ഇവിടെ നമുക്ക് പലർക്കുള്ള സംശയമാണ്, ആരുടെ വിശ്വാസമാണ് ഇവിടെ വേണ്ടത്? നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കുള്ള വിശ്വാസമാണോ? അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു മകന് ഒരു രോഗം വന്നു. അപ്പൊ നമ്മൾ പലർക്കും ഡൗട്ട് ഉള്ളത്, ഈ മകന് വിശ്വാസം വേണോ, അത് എന്റെ വിശ്വാസം കൊണ്ട് മകൻ സൗഖ്യമാകുമോ? അത്തരത്തിലുള്ള ഡൗട്ടുള്ള അനേകരുണ്ട്. ഇപ്പൊ ചിലർ വിളിക്കുമ്പോഴും പറയും നിങ്ങൾക്ക് വിശ്വാസം വേണം, നിങ്ങളുടെ വിശ്വാസം മാത്രമേ നടക്കൂ. പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്, പല ഡൗട്ടുകളുണ്ട്. ദൈവജനത്തിലൊക്കെ ഉള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് വായിക്കാം. നമ്മൾ വായിച്ച പോലെ ശതാധിപന്റെ വിശ്വാസ നിമിത്തം അവന്റെ ബാലിക്കാരന് സൗഖ്യം വന്നു. എത്രയോ വലിയ കാര്യമാണിത്. നമുക്ക് വീണ്ടും വായിക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം. ഇവിടെ നമ്മൾ കാണുന്നത് മകൾക്ക് വേണ്ടി സ്ത്രീയുടെ വിശ്വാസം, വലിയ വിശ്വാസം, അത് അവൾക്ക് സൗഖ്യത്തിന് കാരണമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കിനി വീണ്ടും വായിക്കാം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. അവളുടെ വിശ്വാസ നിമിത്തം യേശു പറയുകയാണ്, നിനക്ക് സൗഖ്യം വന്നു. ഇവിടെ വിശ്വാസമാണ് നമ്മൾ കാണുന്നത്. സൗഖ്യത്തിന് ആധാരമായിരിക്കുന്ന ദൈവവചന പ്രകാരമുള്ള ദൈവവചനത്തിലെ യഥാർത്ഥമായ സത്യമാണിത്. വിശ്വാസത്താൽ രോഗങ്ങൾ സൗഖ്യമാകാൻ സാധിക്കും. നമ്മൾ 4 സുവിശേഷങ്ങളിൽ, 4 ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അനേക ഒക്കറൻസസ്, അനേക ഇടങ്ങളിലും അത് വ്യക്തമായിട്ട് വായിക്കാൻ കൊണ്ട് സാധിക്കും. വിശ്വാസം മുതൽ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, യേശുവിന്റെ ശിഷ്യന്മാർ ആ വിശ്വാസത്താൽ ചെയ്ത് രോഗസൗഖ്യ വരമുള്ള അല്ലെങ്കിൽ രോഗശാന്തിക്കുള്ള വരമുള്ള ആ ശിഷ്യന്മാർ അത്തരം കാര്യങ്ങൾ ചെയ്ത് വിശ്വാസത്താലാണ് രോഗങ്ങളെ സൗഖ്യമാക്കാൻ സാധിക്കുന്നത്. ഈ യഥാർത്ഥമായ സത്യമാണ്. നമുക്ക് മത്തായി സുവിശേഷം 9-ാം അധ്യായം 27-ാം വാക്യം വായിക്കാം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടരുന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക്
ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഇത് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുകയാണ്. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു, ദൈവമായ യേശു അവരെ കണ്ണ് തൊട്ട് അവർക്ക് അവരുടെ കണ്ണ് തുറന്നു. അടഞ്ഞിരിക്കുന്ന കണ്ണ് അവരുടെ കാഴ്ച ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്താലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ മുമ്പ് എടുത്തൊരു ചെറിയൊരു ദൈവവചന ക്ലാസ്സിൽ നിന്ന് ഞാൻ പറയായിരുന്നു വിശ്വാസത്തിന്റെ കാര്യങ്ങൾ, വിശ്വാസവും സംശയത്തിനെ പറ്റി ഒരു ക്ലാസ് എടുത്തിരുന്നു. അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അവൈലബിൾ ആണ്. അവിടെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, വിശ്വാസം കുറവുള്ളവർക്ക് അത് കൂടി കിട്ടുമെന്നൊക്കെ വണ്ണം അപേക്ഷിക്കാം, വിശ്വാസത്തിന്റെ വരം ലഭിക്കുമെന്നൊക്കെ വണ്ണം അപേക്ഷിക്കാം എന്നുള്ള ഒരു കാര്യമൊക്കെ ഞാൻ പറയുകയുണ്ടായി. നിങ്ങൾ ഒരുപക്ഷെ വിശ്വാസം കുറഞ്ഞവരാണെങ്കിൽ വിശ്വാസമുള്ള ഒരു ദൈവദാസിന്റെ അടുത്ത് നിങ്ങളുടെ രോഗവിഷയം ആയിട്ട് ചെല്ലുക. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി വിശ്വാസത്താൽ പ്രാർത്ഥിക്കട്ടെ. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു കിട്ടുമെന്നൊക്കെ വണ്ണം ദൈവത്തോട് യാചിക്കുക. ദൈവം അത് നിങ്ങൾക്ക് തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തുടരാം. മത്തായി സുവിശേഷം 21:20 മുതൽ വാക്യങ്ങൾ വായിക്കാം. ശിഷ്യന്മാർ അത് കണ്ടറി അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്ത് നിങ്ങളും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് അയച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ പറയുന്ന കാര്യം വിശ്വാസത്താൽ ഈ കടലിലേക്ക് ഈ മല ചാടിപ്പോകുന്നുള്ള ഇത് പറയുന്നു. അത് സത്യമായിട്ട് പറയുന്നത് യേശു എടുത്തു പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസത്താൽ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. എന്ത് യാചിച്ചാലും ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സത്യം. അതിൽ വേറെ ഇതൊന്നുമില്ല. വിശ്വാസത്താൽ പ്രാർത്ഥന എന്ത് യാചിക്കാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 11:23 വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ഇപ്പൊ നമ്മൾ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചന പ്രകാരം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആർത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളൊക്കെയും ക്ഷമിക്കണം. നിങ്ങൾക്ക് ആരെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നൊക്കൊണ്ണം ഒന്നാമതായിട്ട് യേശു പറയുന്നത്, ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക, എന്നാൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളും ക്ഷമിക്കും. നമ്മൾ ആരെങ്കിലും ക്ഷമിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ മുമ്പായിട്ട് പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പഴയ ക്ഷമിക്കണതിന് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കാന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് യാക്കോബിന്റെ ലേഖനം 5-3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. ഇനി 14 വാക്യത്തിൽ 13 വാക്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. 14 വാക്യത്തിൽ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവൻ കർത്താവിന്റെ നാമത്തിൽ അവൻ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഇവിടെ നേരത്തെ യേശു പറഞ്ഞ അതേ മാനദണ്ഡമാണ്. വിശ്വാസത്താലുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, നമുക്ക് ആർക്കെങ്കിലും നമ്മൾ ആരെങ്കിലും രോഗത്തിലായിരിക്കുന്നെങ്കിൽ നമ്മുടെ സഭയിലെ മൂപ്പന്മാര് എൽഡേഴ്സിനെ വിളിച്ച് അവർ നമുക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് എഴുതിയിരിക്കുകയാണ്. വിശ്വാസത്താലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ദീനക്കാരനെ രക്ഷിക്കും എന്ന് പറയുകയാണ്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ദീനമായിരിക്കുന്ന മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കും. പാപം ചെയ്തിട്ട് വന്നേക്കുന്ന ഈ രോഗമാണ്, അല്ലെങ്കിൽ അതാണെങ്കിൽ അവന് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. വേറൊരു മാനദണ്ഡം പറഞ്ഞിരിക്കും, നിങ്ങൾക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നതിനെ ഒരുവനോട് ഒരുത്തൻ ഓരോരുത്തർ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത് ചെയ്യുവാൻ തക്കവണ്ണം എല്ലാവരും ഒന്ന് ഒരുങ്ങുവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇനി നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് വളരെയധികം ഫലിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി 17 വാക്യത്തിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഏലിയാവ് നമ്മുടെ പോലെ ഒരു സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, എങ്കിലും ആയിരുന്നു. മഴ പെയ്യാതിരിക്കണമെന്ന് അവൻ പ്രാർത്ഥന അപേക്ഷിച്ചു. ഏലിയാവ് മഴ പെയ്യാതിരിക്കുന്നതൊക്കെ
പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് 3.5 കൊല്ലം ദേശത്ത് മഴയുണ്ടായില്ല. ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിഴിഞ്ഞു. വീണ്ടും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്യുകയുണ്ടായി, ധാന്യം ഭൂമിയിൽ വിളയുകയുണ്ടായി. ഇതിലുള്ള കാര്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ അറിയപ്പെടുന്ന ഒരു രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ചിലെ എൽഡേഴ്സിനെ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിപ്പിക്കാൻ കഴിയും. നമ്മളിത് വിശ്വാസത്താൽ ചെയ്യണം. നമ്മുടെ പാപങ്ങളെ പരസ്പരം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. ആരെങ്കിലും മരണത്തിനുള്ള പാപം, മരണം സംഭവിക്കാൻ തക്കവണ്ണം ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വ്യക്തി എനിക്ക് ദോഷം ചെയ്തു, വലിയൊരു ദോഷമാണ് ചെയ്തത്. അപ്പൊ ഞാൻ അദ്ദേഹം ഇങ്ങനെ മാറാരോഗം വലിയൊരു രോഗത്തിലൂടെ കടന്നു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ ക്ഷമിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ഇനി വേറെ ചില കാര്യങ്ങൾ ചിന്തിക്കാം. നമുക്ക് വീണ്ടും തുടരാം. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്ന ചില അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോൾ ചില പ്രത്യേക രീതികളിലൂടെയാണ് ദൈവദാസന്മാർ അത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. യേശു അങ്ങനെ തന്നെ ഓരോ അത്ഭുതവും ഓരോ രോഗശാന്തിയും പലവിധമായ രീതിയിൽ ചെയ്യുകയുണ്ടായി. ഒരിക്കൽ യേശു ആ കുരുടനെ സൗഖ്യമാക്കുമ്പോൾ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അത് കണ്ണിൽ തേച്ച് ശിലോഹോം കുളത്തിൽ പോയിട്ട് കഴുകാൻ വേണ്ടി പറയുകയുണ്ടായി. വേറെ സമയത്ത് കാത് കേൾക്കാത്ത ഒരു വ്യക്തിയെ വിരൽ യേശു അദ്ദേഹത്തിന്റെ ചെവിയുടെ തുളയിൽ ഇട്ടിട്ട് അദ്ദേഹത്തെ സൗഖ്യമാക്കി. അങ്ങനെ ചില പ്രത്യേക രീതികൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ്. നിലത്ത് തുപ്പിയിട്ട് ചേറുണ്ടാക്കി യേശു ക്രിസ്തു നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ മണ്ണുകൊണ്ടാണല്ലോ, അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അത് വിശ്വാസത്തിന് പ്രവൃത്തിയായിട്ട് നയമാൻ ഉണ്ടായത് അതുപോലെ തന്നെയാണ്. അതിന്റെ കുളത്തിൽ പോയിട്ട് 7 പ്രാവശ്യം മുങ്ങുവാൻ വേണ്ടി പറയുകയുണ്ടായി. അതുപോലെ തന്നെ അതൊരു അനേക ആളുകൾ ചില എണ്ണ പൂശി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമൊക്കെ കാണും. അതൊക്കെ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്, ഓരോ രീതികളിലായിട്ട്. ഇനി നമുക്ക് ദൈവവചനത്തിലുള്ള മരുന്നുകളും അത്തരം അവസാനമായിട്ട് ചിന്തിക്കാം. ദൈവവചനം മരുന്നിനെ പറ്റി എന്തോ നമ്മൾ വിശ്വാസത്താൽ പ്രാർത്ഥിച്ച രോഗങ്ങളെ സൗഖ്യമാക്കാൻ സാധിക്കും. ദുരാത്മാക്കൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണെങ്കിൽ അത്തരം രോഗങ്ങൾ ദുരാത്മാക്കളെ പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യം ലഭിക്കാൻ സാധിക്കും. നമ്മൾ പാപം ചെയ്തുണ്ടാവുകയാണെങ്കിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ആ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടി രോഗസൗഖ്യം ലഭിക്കുന്ന സാധ്യത. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് ദൈവവചനത്തിൽ ഉള്ള ഈ മരുന്നുകളെ പറ്റിയൊക്കെ ദൈവവചനം എന്ത് പറയുന്നു, അതിനുള്ള ദൈവവചനത്തിൽ മരുന്നുകളും ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടോ എന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയ ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു. ഈ ലൂക്കോസ് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു വൈദ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് പോലെ ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും അല്ല. അന്ന് ഗ്രീക്ക് മെഡിസിൻ അല്ലെങ്കിൽ ആയുർവേദ അതുപോലത്തുള്ള യുനാനി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിനോട് ബന്ധപ്പെട്ടുള്ള പച്ചമരുന്നും മരുന്നുകൾ നാച്ചുറൽ ആയിട്ടുള്ള മരുന്ന് കൂട്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഇംഗ്ലീഷ് മെഡിസിനും കാര്യങ്ങളൊക്കെ വന്നത്. എന്നാൽ അന്ന് കാലത്തും വൈദ്യന്മാർ, രാജാക്കന്മാർക്ക് പരിചയമുള്ള വൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വൈദ്യനായിരുന്നു ലൂക്കോസ്. ഒരു ഡോക്ടറായിരുന്നു, ഒരു ഫിസിഷ്യൻ ആയിരുന്നു ലൂക്കോസ്. ഇനി നമുക്ക് പിന്നെ നമ്മൾ വായിക്കുന്നത് ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ അനേക വൈദ്യന്മാരെ കണ്ടിട്ടും അവളുടെ രക്തസ്രാവം മാറിയില്ല. അപ്പൊ അത് യേശുവിനെ തൊട്ടപ്പോൾ യേശുവിന്റെ ശക്തി പുറപ്പെട്ടപ്പോൾ അപ്പോൾ തന്നെ അവളുടെ രക്തസ്രാവം നിലയ്ക്കുകയുണ്ടായി. നമ്മൾ അനേകം ഡോക്ടർമാർ, ആയുർവേദ, അലോപ്പതി, ഇംഗ്ലീഷ് മെഡിസിൻ, ഹോമിയോ മെഡിസിൻ ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ രോഗം സൗഖ്യമില്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. നിങ്ങൾ ദൈവവചനം പറയുന്ന പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും മറ്റ് ദൈവദാസന്മാരുടെ ഹെൽപ്പ് സ്വീകരിക്കുകയും വേണം. എത്രയും പെട്ടെന്ന് ദൈവം നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. എത്ര വർഷമായിരുന്നാലും 18 വർഷമായിരുന്നാലും എത്ര വർഷമായിരുന്നാലും അത് മാറിപ്പോകുന്നതൊക്കെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ നിമിഷത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനി വായിക്കാം. ഇനി നമുക്ക് അവസാനമായിട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കാം. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യൻ ഇല്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? ഇനി നമുക്ക് വായിച്ചു പോവാം. യിരെമ്യാവ് 46:11. മിസ്രയീം പുത്രിയായ കന്യകെ, ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്ന വെറുതെ, നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല.
ഈ യെശയ്യാവ് 38:21 എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. ഇവിടെ മരുന്നായിട്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്തിപ്പഴക്കട്ട പരുവിന്മേൽ പുരട്ടുവന്നൊക്കെ പറയുകയാണ്. ഇനി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 10:34 വായിക്കാം. എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. യേശു ക്രിസ്തു പറഞ്ഞൊരു സംഭവ കഥയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉപമയെന്നാൽ എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നല്ല ശമയക്കാരന്റെ ഇതിൽ ശമയക്കാരൻ അനേക ശാരീരികമായിട്ട് ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. അന്നത്തെ രീതിയിലുള്ള ഒരു ചികിത്സയായിരിക്കും അത്. യേശു ക്രിസ്തു പറയുന്ന കാര്യമാണ്. അപ്പൊ എത്രയോ ഇമ്പോർട്ടൻസ് നമുക്ക് കാണണം. മുറിവുകൾക്ക് എണ്ണയും വീഞ്ഞും പരട്ടി സൗഖ്യം വരുത്തുന്ന രീതി യേശു തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അതൊരു നല്ലൊരു വൈദ്യമായിട്ട് ഞാൻ കണക്കാക്കും. നമ്മുടെ ഉള്ളതാണ് താനും, സത്യമായിട്ടുള്ള വചനമാണ് താനും. അതുപോലെ തന്നെ ഈ നല്ല ശമയക്കാരന്റെ സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വഴിയിലോ അല്ലെ എവിടെയെങ്കിലും ഒരു രോഗിയെ കാണുകയാണെങ്കിൽ നല്ല ശമയക്കാരന്റെ പോലെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എണീക്കാൻ പറ്റാത്ത രോഗമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് വൈദ്യശുശ്രൂഷ നൽകുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ നല്ല ശമയക്കാരന്റെ പോലെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തു അങ്ങനെയാണ്. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച് യേശു നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയാണ്. യേശു ക്രിസ്തു നല്ല ശമയക്കാരന്റെ ആ കഥയും നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അതുപോലെ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും നമ്മളെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള വ്യക്തിയോ എന്തെങ്കിലും തരത്തിലുള്ള രോഗത്താൽ വാൽപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും കഷ്ടമായിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്, അദ്ദേഹത്തിന് അതിന് ചികിത്സിക്കാനുള്ള പണം ഇല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് വൈദ്യശുശ്രൂഷ കൊടുക്കുന്ന വലിയൊരു കാര്യമാണ്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ഇനി നമുക്ക് വേറെ ഒരു മരുന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് 1 തിമോഥെയോസ് 5:20 പൗലോസ് പറയാണ്, മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. ഇവിടെ വീഞ്ഞ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ അളവിലുള്ള ആൽക്കഹോളുള്ള വീഞ്ഞ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഈ വയറിനുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് ഇവിടെ തിമോഥെയോസിനോട് പറയുകയാണ്, വെള്ളം മാത്രം കുടിക്കാതെ കുറച്ച് വീഞ്ഞു കൂടി കഴിക്കുക. അത് ലഹരിയുള്ള ആ ഡോസിലല്ല, ചെറിയ അളവിൽ വീഞ്ഞു കൂടി കഴിച്ച് നിന്റെ വയറിന്റെ ആജീർണതയ്ക്കും കൂടെയുള്ള പ്രശ്നത്തിനും വേണ്ടി വീഞ്ഞ് ഒരു മെഡിസിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടു ഈ വീഞ്ഞും എണ്ണയും മെഡിസിൻ ആയിട്ട് നമ്മുടെ നല്ല ശമയക്കാരന്റെ സംഭവത്തിൽ നമ്മൾ വായിക്കേണ്ടായി. ഇനി വീണ്ടും വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 6 അതിന്റെ 12 അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ദൈവവചനമാണ്. എന്നാൽ ഇപ്പൊ പല ദൈവദാസന്മാരും എണ്ണ ഉപയോഗിച്ച് സൗഖ്യമാക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഞാൻ ഇത് ചിന്തിക്കുകയായിരുന്നു പണ്ടൊക്കെ, ഇതിന് നല്ലൊരു കാര്യമാണ്, എങ്കിലും അതിനൊരു ദൈവവചനത്തിൽ ഉണ്ടോ വ്യക്തമായിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ വായിക്കുന്നുണ്ട് മാർക്കോസിന്റെ സുവിശേഷം 6 ഞാൻ ഒന്നുകൂടി വായിക്കാം. 6 12 അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. നമ്മൾ യാക്കോബ് ലേഖനത്തിൽ ഈ എണ്ണ തേച്ച് സൗഖ്യത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഇവിടെയും ഇത് മാർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കിനി കുറച്ചുകൂടി വേദഭാഗങ്ങൾ വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 47:12 നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവിടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവിടെ ഇല ചികിത്സയ്ക്ക് ഉതകും. ഇതൊരു പ്രവചനപരമായിട്ട് എഴുതിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ഇല ചികിത്സയ്ക്കും ഉതകും. ഇനി നമുക്ക് വീണ്ടും വായിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ ഇതേപോലത്തെ ഒരു വചനമുണ്ട്. 22 നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിലെയല്ല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും. അപ്പൊ ഈ പറയുന്ന വൃക്ഷത്തിലെ അല്ല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും എന്നൊരു പ്രവചനപരമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് വേദഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അതിനായിട്ട് ലാസ്റ്റ് വെളിപ്പാട് പുസ്തകം 3:18 നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയിൽ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക്
കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇതൊരു വേറെ രീതിയിൽ പറയുകയാണെങ്കിലും ഇവിടെ എഴുതിയിരിക്കുന്നത് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും, ഒരു മെഡിസിൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു മെഡിസിനൽ കൂട്ട് നിന്റെ കണ്ണിൽ എഴുതി നിനക്ക് കാഴ്ച ലഭിക്കുക എന്നൊക്കെ വേണം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ലാസിക് ട്രീറ്റ്മെന്റ് ഒക്കെ, എനിക്ക് കണ്ണിന് ഷോർട്ട് സൈറ്റ് ഉള്ള ആളാണ്. അപ്പൊ ഈ കുറച്ച് നാളുകളായിട്ടാണ് ലാസിക് ട്രീറ്റ്മെന്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മെഡിസിനിലൊക്കെ കണ്ണിന്റെ കാഴ്ച അത് കൂട്ടാൻ പറ്റില്ല എന്നുള്ള ഒരു വിഭാഗം ഡോക്ടർമാരുണ്ട്. അതിന് കണ്ണട തന്നെ വെക്കണം, അങ്ങനെയൊക്കെ ഒരു വിഭാഗം ഡോക്ടർമാരുണ്ട്. ഇപ്പോഴാണെങ്കിൽ കുറെ അഡ്വാൻസ്ഡ് ആയി ട്രീറ്റ്മെന്റ്സ് ഒക്കെ വന്നു. എന്നാൽ ദൈവവചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിന്റെ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടത് കണ്ണിൽ എഴുതുവാൻ ലേപം. ഇതുപോലത്തെ സിമിലർ ട്രീറ്റ്മെന്റ്സ് നമ്മുടെ ആയുർവേദത്തില് ഈ തർപ്പണം, ധാര എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. കണ്ണിന് കാഴ്ച കൂട്ടുക, അത് വർക്കിംഗ് ആണ്. അത് ചെയ്തിട്ട് കാഴ്ച കൂട്ടിയുള്ള അനേകരെ എനിക്ക് പരിചയമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കുമാറ്. ഇനി നമുക്ക് അവസാനമായിട്ട് 1-2-3 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ഇവിടെ എഴുതിക്കണോ? അടിതൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അപ്പൊ ട്രീറ്റ്മെന്റ് രീതിയായിട്ട് അവസാനം പറയുകയാണ് അവയെ ഞെക്കി കഴുകിയിട്ടില്ല. ഈ വ്രണവും ചതവും മുറിവും ഒക്കെ ഞെക്കി കഴുകേണ്ട, വ്രണമൊക്കെ ഉള്ളത് ഞെക്കി കഴുകേണ്ട കാര്യം അവിടെ പറയുകയാണ്. വെച്ച് കെട്ടിയിട്ടില്ല, മുറിവൊക്കെ വെച്ച് കെട്ടണം. ഒരു ട്രീറ്റ്മെന്റ് രീതിയായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. എണ്ണ വീണ്ടും നമ്മൾ ആ വായിച്ച വീഞ്ഞു എണ്ണയിലെ എണ്ണ പുരട്ടി ശമിപ്പിക്കുന്ന രീതി ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവം ഇത്ര വലിയ വെളിപ്പാടുകളൊക്കെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായിട്ട് 2 വാക്യങ്ങൾ കൂടി വായിച്ച് ഞാൻ ഇത് നിർത്തുവാൻ തൊക്കെ ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം 3-ാം വാക്യം. യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അമോര്യനും അമ്മ ഹിത്തി സ്ത്രീയും അത്രേ. നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചിട്ടില്ല. ഇവിടെ പറയുന്നത് ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചിട്ടില്ല. ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടുപ്പാക്കിയിട്ടില്ല. ജനിച്ച കുഞ്ഞിനെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടുപ്പാക്കിയിട്ടില്ല. ഉപ്പ് തേച്ചില്ലെന്ന് പറയാണ്. തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരാൻ ഒരു കണ്ണ് നിന്നോട് കനുണ്ടായില്ല. ട്രീറ്റ്മെന്റ് രീതിയെ പറ്റി ഒരു എന്താ പറയാ, മിഡ് വൈഫറി പോലത്തെ അല്ലെങ്കിൽ ഒരു പ്രസവത്തോടുള്ള ഇതിലുള്ള വൈറ്റാറ്റിയുടെ പോലത്തെ ഒരു ട്രീറ്റ്മെന്റ് രീതി ഇവിടെ പറയുകയാണ്. ദൈവം എത്രയോ വലിയ വെളിപ്പാടുകളാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. അവസാനമായിട്ട് ഒരു വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19-ാം വാക്യം മുതൽ. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിലെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ. എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ആ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും നാശവും ഉണ്ടാകിയില്ലെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു പറഞ്ഞു. എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായിരിക്കുന്നു. ഇവിടെ ഗർഭനാശവും ആയിട്ടുള്ള വെള്ളം എന്നുവെച്ചാൽ കുടിക്കുന്നവർക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ഉള്ള രീതി, ഗർഭനാശനം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ മരിച്ചു പോകുന്ന രീതിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് അബോട്ടായി പോകുന്ന രീതി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എലീശ ചെയ്ത ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ തളികയിൽ ഉപ്പിട്ടിട്ട് ആ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് യേശു ചെയ്ത പോലെ ചെവിയിൽ കൈയിടലും തുപ്പി കണ്ണിൽ ചെറുതേക്കുമ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങളോട് അവസാനമായിട്ട് അതൊന്ന് എല്ലാം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പറയാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു.
നമ്മൾ ആദ്യം ചിന്തിച്ചു രോഗത്തിന്റെ കാരണങ്ങൾ. ഒന്ന്, നമ്മൾ പാപം ചെയ്തിട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെയോ പാപം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാപമായിട്ട് വരുന്ന രോഗങ്ങൾ. രണ്ട്, ദുരാത്മാക്കളും സാത്താനും വരുത്തുന്ന രോഗങ്ങൾ. മൂന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് ദൈവമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥ. നാല്, ദൈവത്തിന് നമ്മൾ കൂടുതൽ ആത്മീയമായിട്ട് മെച്ചപ്പെടുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശൂലം പോലത്തെ അവസ്ഥ. ആ ശൂലം കൊണ്ട് നമ്മൾ നിഗളിക്കാതിരിക്കാനോ അത്തരത്തിലുള്ള ആത്മീയമായ കാരണം കൊണ്ടുവരുന്ന കാര്യങ്ങൾ. പിന്നെയുള്ളത് നമ്മൾ വായിച്ചു എങ്ങനെ രോഗത്തിന് മുക്തി നേടാം. രോഗത്തിന് മുക്തി നേടാൻ ഏറ്റവും പാപം ചെയ്തിട്ടുള്ള വരുന്ന രോഗങ്ങളാണ്. നമ്മൾ പാപങ്ങളെ തമ്മിൽ ഏറ്റു പറഞ്ഞ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ഉപവാസം, വിശ്വാസം, പിന്നെ നമ്മൾ വിശ്വാസത്തിന് വരമുള്ള വേറെ ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കൂട്ടിലുള്ള ആളുകൾക്ക് രോഗമുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസവും അവരുടെ രോഗത്തിന്റെ സൗഖ്യത്തിന് അവരുടേത് ഇടയായിത്തീരും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസ നിമിത്ത ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ 1-2 വാക്യങ്ങൾ എടുത്ത് വായിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ ദുരാത്മാക്കൾ വരുന്ന കാര്യമാണെങ്കിൽ, രോഗങ്ങളാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 18 വർഷം, ഇത്രയൊക്കെ 18 വർഷം, അങ്ങനെയൊക്കെ എത്രയോ വർഷങ്ങളോളം ആളുകളെ തളച്ചിട്ടുകയാണ് ഈ സാത്താനും ദുരാത്മാക്കളും. അതിന് നമ്മൾ സ്വയം പ്രാർത്ഥിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുന്ന ദൈവദാസന്മാരുടെ ഹെൽപ്പ് സ്വീകരിക്കുകയും ചെയ്യുക എത്രയും പെട്ടെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹെൽപ്പ് സ്വീകരിക്കാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഭൂതങ്ങളെ പുറത്താക്കുന്ന ദൈവദാസന്മാരുടെ പ്രവൃത്തിയും അവരുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അത്രയുള്ള പ്രാർത്ഥനകൾ കാണുകയും ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ സ്വയം വിശ്വാസമുള്ളവരായിട്ട് ആ ദൈവദാസന്മാരുടെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന പോലെ ചെയ്യുകയും ചെയ്യുക. പിന്നെ ഉള്ളത് മരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ നോക്കണം. ദൈവത്തിന് എതിരൊന്നുമില്ല. മരുന്ന്, ചില മരുന്നുകളെ ദൈവത്തിൽ പറയുന്നുണ്ട്. ഉപ്പ് ഒരു മരുന്നായിട്ട്, വീഞ്ഞൊരു മരുന്നായിട്ട്, വയറിനുള്ള പ്രശ്നത്തിനും വീഞ്ഞും, മുറിവിനും മരുന്നായിട്ട്, അത്തരത്തിൽ അനേക വിവിധങ്ങളായ ട്രീറ്റ്മെന്റും മരുന്നുകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയും ഇതിനോട് കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചില രോഗങ്ങളൊക്കെ, ചെറിയ രോഗങ്ങളൊക്കെ മരുന്നുകൾ വഴിയും അത് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം നമുക്ക് ഇത്രമാത്രം കൃപ തന്നിരിക്കുകയാണ്. നമ്മുടെ രോഗങ്ങളും, പല രോഗങ്ങളും നമ്മൾ വിചാരിക്കും മരുന്നുകൊണ്ട് എല്ലാ രോഗങ്ങളും മരുന്നുകൊണ്ട് മാറിയില്ല. വൈദ്യശാസ്ത്രം, ഏത് വൈദ്യശാസ്ത്രം പോയാലും, ആയുർവേദമോ അലോപ്പതിയോ, ഇത് മാറാത്ത അനേകം ആത്മീയ കാരണങ്ങളാൽ മാറാത്ത രോഗങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും സൗഖ്യമാക്കട്ടെ. നിങ്ങൾ ഈ മെസ്സേജ് ലൈക്ക് ചെയ്യുന്നെങ്കിൽ ഇത് മറ്റുള്ളവർക്ക്, രോഗം ഉള്ള ആളുകൾക്കോ അവർക്കെങ്കിലും അയച്ചു കൊടുക്കുക. നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങൾക്ക് രോഗം മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, നീ ഇന്ന് കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ ദൈവത്തിന്റെ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമഞ്ജങ്ങളെയും വേറുടിക്കും വരെ തുളച്ചിരുന്ന ദൈവത്തിന്റെ വചനം, കർത്താവെ, നിന്റെ മകനിലൂടെ അത് വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിച്ച കൃപയ്ക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, അവൻ ചെകിടരെ കേൾക്കുമാറാക്കുന്നു, അവൻ ഊമരെ സംസാരിക്കുമാറാക്കുന്നു, മുടന്തരെ നടക്കുമാറാക്കുന്നു, അവൻ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നു. കർത്താവെ, അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ ചില വിഭാഗങ്ങൾ കൃപാവരകൾ നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നു. കർത്താവെ, അവർക്ക് ആഴമേറിയ മാനസാന്തരം കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ രോഗത്താൽ വലയുന്നു കർത്താവെ. എന്നാൽ എല്ലാ രോഗത്തിൻ്റെയും കാരണഭൂതനായിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ കൊടുക്കുവാൻ സഹായകരമായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. അത് കർത്താവെ പാപം മൂലം വന്നതോ, പിശാച് മൂലം വന്നതോ, നിഗളം മൂലം വന്നതോ, ഏത് തരത്തിലുള്ളതാണെങ്കിലും യേശുക്രിസ്തുവിന്റെ പക്കൽ വിടുതലും സൗഖ്യമുണ്ടതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നുണ്ട്. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ യേശു എന്തെല്ലാം ചെയ്തോ അതെല്ലാം ഇന്നും ചെയ്യുവാൻ അവൻ സർവശക്തനായ ദൈവമായിട്ടിരിക്കുന്നതിനായിട്ട് നിങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ്, നിന്റെ മകനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിൽ ബലപ്പെട്ടു വരുവാനുള്ള എല്ലാ കൃപയും കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുഖപ്രകാശം അവന്റെ മേൽ ഉദിപ്പിക്കണമേ കർത്താവ്. ഈ വചനം കേൾക്കുന്ന മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവ്. വിശേഷ ഈ ചാനൽ അനേകർ സബ്സ്ക്രൈബ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാനും തക്കണം കർത്താവ് സഹായിക്കണമേ കർത്താവ്. അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്ത് പോകട്ടെ കർത്താവ്. ദൈവനാമം എല്ലാ നിലയിലും മഹത്വപ്പെടണമെന്നാണ് നിങ്ങളോട് പ്രാർത്ഥന. പ്രാർത്ഥന ഇടുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ആമീൻ.